സാറേ എനിക്ക് ആകെ 10 ഏക്കർ 9 സെന്റ് ജാഗയുണ്ട്. അതിൽ റീസർവ് വന്നതിന് ശേഷം 1 സെന്റ് കുറവ്. ആ 1 സെന്റ് ഇവന്റെ കൈമയുണ്ട്. ഇല്ല മാഡം, എനിക്ക് ആകെ 5 സെന്റ് സ്ഥലമുണ്ട്. അത് ഗവൺമെന്റിന് പതിച്ചു കിട്ടിയത്. നിങ്ങൾ വേണമെങ്കിൽ വന്നിട്ട് അളന്നു നോക്കി. കൃഷ്ണേട്ടാ, നമുക്ക് 10 ഏക്കർ സ്ഥലമില്ലേ, പിന്നെ ഈ 1 സെന്റിന് പ്രശ്നമാക്കുന്നതാ? നിങ്ങൾ ഈ നാട്ടുകാരത്തി അല്ലാതെ കൊണ്ടാണ്. എനിക്കൊരു സെന്റ് വലിയ കാര്യമാണ്. അത് ഇവന് വെറുതെ കൊടുക്കണം. ഞാൻ ഒന്ന് പറഞ്ഞു കൊടുത്തേ സാറേ. മാഡം പറഞ്ഞ കാര്യമല്ലേ ചേട്ടാ, ഇതിലും വലിയ പ്രശ്നമാക്കണ. ഇവള് കർണാടക എത്തിയെന്ന് ഇവക്ക് കാര്യത്തിന്റെ ഗൗരവം മനസ്സിലായില്ല. നിങ്ങളൊന്ന് പുറത്തിരിക്ക്, ഞാൻ ഇയാളോട് സംസാരിക്കട്ടെ. സാറേ, നിങ്ങൾക്ക് അറിയുന്നല്ലേ അയാളാ, കോടിക്കണക്കിന് ഉറുപ്പിക സ്വത്തുണ്ട്. ഭാര്യ മക്കൾ പണ്ടേ ഇട്ടിട്ട് പോയി. എന്നിട്ടാണ് അയാൾ 1 സെന്റിന് വേണ്ടിട്ട് ഇങ്ങനെ പ്രശ്നമാക്കുന്നത്. ഇങ്ങനത്തെ കുറെ ആളുണ്ടെന്ന് വെറുതെ നമുക്ക് പണി തരാൻ വേണ്ടിട്ട്. ഒരു സെന്റും തരി ഒരു തരി പോലെ നിനക്ക് തരില്ല. അറിയാ, ഞാൻ നയിച്ചിട്ടുണ്ടാക്കിയ സ്ഥലം ഓന് കൊടുക്കാനാ. വയസ്സാം കാലത്ത് ഞാൻ ഉണ്ടാക്കും. ഇതിനും വയസ്സായിട്ടാ വിളിച്ചു നിങ്ങൾക്ക്? ഞാൻ പിടിയില്ല, ഞാൻ കേസിന് പോകും. 100 കൊല്ലം വേണമെങ്കിൽ 100 കൊല്ലം പോകും. ഏട്ടാ, ഈ സ്ഥലത്തിന്റെ കേസല്ലേ കൊറേ കൊല്ലം എടുക്കും. അപ്പോഴൊക്കെ ആരെങ്കിലും ജീവിച്ചിരിപ്പുണ്ടാവോ? ഈ കോസ്റ്റ്യൂം കണ്ടിട്ട് ആളെ മനസ്സായിട്ട് എടോ കാലൻ. ഏത് കാലം? നിങ്ങക്ക് എത്ര കാലം അറിയാം? അപ്പൊ വണ്ടി എടുത്തിട്ടില്ലേ? വണ്ടി വരുന്ന വഴിക്ക് നല്ല പച്ചപ്പുല്ലുണ്ട്. ആ പോയര സൈഡ് ആടെ കെട്ടിയിട്ടുണ്ട്. ഓമ്പ കൂട്ട കിന്നാര പറയാൻ സമയമില്ലതാ. നിങ്ങളുടെ പേരുണ്ട് ഇന്നത്തെ ലിസ്റ്റിൽ. ഇതാ കണ്ടാ, വാ പോവാന്ന്. ഞാനടി പറ്റില്ല, എനിക്കടെ പണിയുണ്ട് പറയുന്നല്ലോ. പക്ഷെ അങ്ങനെ പറഞ്ഞാൽ ശരിയാവില്ലാന്ന്. നിങ്ങ വരാതെ എനിക്കെടുത്ത് പോകാൻ പറ്റില്ല. അപ്പൊ ഞാൻ എന്താക്കല് കാല അല്ല കാല, ഞാൻ വന്നാലേ പറ്റൂ. അപ്പൊ ഒരു കാര്യക്ക് കുറച്ച് സമയം എനിക്കിതാ. അതെന്തിന്? അത് എനിക്കൊരു 10 സെന്റ് പട്ടയം കിട്ടാനുണ്ട്. അത് മനുഷ്യൻ ഞാൻ ഓൾഡേനെ വരാം പോരെ.